യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം. എപ്പോഴെല്ലാം ധർമ്മത്തിന് തളർച്ചയും അധർമ്മത്തിന് മേൽക്കോയ്മയും സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായി ഭഗവാൻ അവതരിക്കുമെന്നാണ് ഈ ശ്ലോകം വ്യക്തമാക്കുന്നത്. ശ്രീകൃഷ്ണന്റെ ജന്മം കേവലം ഒരു ദൈവകഥയല്ല, മറിച്ച് അത് അനന്തമാവുന്ന സത്യത്തിൻ്റെ വിജയവും അധർമ്മത്തെ തകർത്ത് ജീവിതത്തിൻ്റെ ഉന്നത മൂല്യങ്ങളെ പുനഃസ്ഥാപിക്കുന്ന ഒരു ദിവ്യലീലയാണ്. കുരുക്ഷേത്രത്തിൽ അർജുനൻ്റെ സംശയങ്ങളെ നീക്കി ഭഗവത്ഗീത എന്ന പരമോന്നത ജ്ഞാനസാഗരം ലോകത്തിന് നൽകി. കംസന്റെ ആധിപത്യത്തിലും ക്രൂരതയിലും വിറയ്ക്കുന്ന ഭൂമിയിൽ കൃഷ്ണൻ വിജയത്തിൻ്റെ പ്രതീക്ഷയായി ജനിച്ചു. ക്രൂരനായ കംസൻ തൻ്റെ ഭയാനകമായ വാഴ്ചയിലൂടെ നിരപരാധികളെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തു വരികയായിരുന്നു. അങ്ങനെയിരിക്കെ കംസന്റെ പ്രിയ സഹോദരിയായ ദേവകിയും വസുദേവരും തമ്മിലുള്ള വിവാഹം നടന്നു. ദേവകിയുടെ 8ാമത്തെ പുത്രൻ അദ്ദേഹത്തെ നശിപ്പിക്കും എന്ന അശരീരിയിൽ കംസൻ ദേവകിയെയും വസുദേവനെയും തടവിലാക്കി. പ്രിയഭക്തരെ, ആ ദിവ്യജനനത്തിൻ്റെ മഹത്തായ കഥ കാണാനൊരുങ്ങൂ. ഒരു കാലഘട്ടം മാറ്റിമറിച്ച ശ്രീകൃഷ്ണ ജനനത്തിൻ്റെ അദ്ഭുത നിമിഷങ്ങൾ ഇനി നിങ്ങളെ കാത്തിരിക്കുന്നു. ജയ ശ്രീകൃഷ്ണ. ദേവകി, നിന്റെ 8ാമത്തെ കുട്ടി എന്നെ കൊല്ലുമെന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. ഞാനത് സംഭവിക്കാൻ അനുവദിക്കില്ല. നിന്നെ നാം ഇപ്പോൾ തന്നെ കൊല്ലുന്നതായിരിക്കും. അരുത്, അരുത് കംസ. നിന്റെ പ്രിയ സഹോദരിയെ വധിക്കുന്നത് നീതിയുക്തമല്ല. ദയവായി അവളുടെ ജീവൻ വിട്ടുകൊടുക്കൂ. അവൾ പ്രസവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നിന്റെ കൈകളിൽ ഏൽപ്പിക്കാമെന്ന് ഞാൻ വാഗ്ദാനം നൽകുന്നു. ദയവായി എന്നെ വിശ്വസിക്കൂ. ശരി, ഞാനിപ്പോൾ ദേവകിയെ ജീവനോടെ വിടാൻ തയ്യാറാണ്. പക്ഷേ നീ നിന്റെ വാക്കു പാലിക്കുമെന്ന് ഉറപ്പുവരുത്തുന്നതായിരിക്കും. അതിനാൽ നാം ഇരുവരെയും കാരാഗൃഹത്തിൽ അടയ്ക്കുവാൻ തീരുമാനിച്ചു. மன்னவனை கண்டதும் சப்த நாடி நடுநடுங்கி உடல் ஒடுங்கி நின்றிடும். கம்பீரமான தோள்கள் 2 சாய்த்திடும் எதனையும் இது வாரணங்கள் 1000 ஒன்றிணைந்த புஜபலம். கம்சன் 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 നാഥ, നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും കംസൻ നിഷ്ഠൂരമായി നശിപ്പിച്ചു. ഈ കുഞ്ഞിനെ എങ്ങനെ രക്ഷിക്കും? ദേവകി, ഭയപ്പെടേണ്ട. മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം സദാ നമ്മോടുകൂടെയുണ്ട്. ദേവകി, വസുദേവ, നിങ്ങളുടെ പ്രാർത്ഥന ഫലിച്ചിരിക്കുന്നു. ഞാൻ തന്നെയാണ് നിങ്ങളുടെ പുത്രനായി ജന്മമെടുത്തിരിക്കുന്നത്. വസുദേവ, ഈ കുഞ്ഞിനെ ഉടനെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോയി അവിടെ നന്ദഗോപർക്ക് ജനിച്ച കുഞ്ഞിൻ്റെ സ്ഥാനത്ത് മാറ്റിവെക്കുക.
അറിഞ്ഞോ, നന്ദഗോപനും യശോദയ്ക്കും സുന്ദരനായ ഒരു ആൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. അതെ അതെ, പേരും മനോഹരമായിരിക്കുന്നു. ശ്രീകൃഷ്ണൻ എന്നാണ് അവൻ്റെ നാമം. മുകിൽ വർണ്ണ മുകുന്ദ ഋഷികേശാസനന്ദ മുകിൽ വർണ്ണ മുകുന്ദ ഋഷികേശാസനന്ദ മുകിൽ വർണ്ണ മുകുന്ദ ഋഷികേശാസനന്ദ ഭൂമി മേലെ ശരമേതോ നീ അഴകായി പാർവണ ബിംബം കുളിർത്തൂകുന്നു സുഖമായി കോൾമയർ നീ കൊണ്ടി യശോദാമേ, ദേ കണ്ണൻ. കണ്ണനോട് മണ്ണ് വാരി കഴിക്കണു. എന്റെ കണ്ണ, എന്താ നീ കാണിക്കുന്നേ? മണ്ണ് വാരി തിന്നുവാണോ? നീ എന്താ ഈ കാണിക്കുന്നേ കണ്ണ? എന്റെ ദൈവമേ, വാ തുറന്നേ കണ്ണ. ആ കാണിക്കേ. ആ गोविंद हरे मुरारे हे नाथ नारायण वासुदेवा श्री कृष्ण गोविंद हरे मुरारे हे नाथ नारायण वासुदेवा देवकी नंदन तुमको वंदन रखते सबकी लाज सबके स्वामी अंतर्यामी पूर्ण कीजिए काज എൻ്റെ കൃഷ്ണ, നീ ആരാണ്? നീ എൻ്റെ മകനോ അതോ ഭഗവാനോ? കണ്ണാ, വേഗം വരൂ, നിനക്ക് ഞാൻ വെണ്ണ തരാം. അമ്മേ അമ്മേ, എനിക്ക് ഇനിയും വെണ്ണ വേണം. മതി മതി, ഇനി ഏട്ടൻ ബലരാമനോടൊപ്പം പോയി കളിച്ചോളൂ.
हरि सुंदर नंद मुकुंद हरि नारायण हरि ओम हरि सुंदर नंद मुकुंद हरि नारायण हरि ओम हरि केशव हरि गोविंद हरि नारायण हरि ओम हरि केशव हरि गोविंद हरि नारायण हरि ओम हरि सुंदर नंद मुकुंद हरि नारायण हरि ओम हरि सुंदर नंद मुकुंद हरि नारायण हरि ओम हरि नारायण हरि ओम हरि नारायण हरि ओम हरि नारायण हरि നാഥ, കണ്ണന്റെ വികൃതികൾ കേട്ടാൽ അതിശയിച്ചു പോകും. ഗോപികമാർ പരാതിയും പറഞ്ഞു തുടങ്ങി. ഇതൊക്കെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ തമാശയല്ലേ പ്രിയേ? അയ്യോ, ഇത് തമാശയോ? അറിഞ്ഞോ, ഇന്ന് മുഴുവൻ അവൻ മണ്ണ് വാരി കളിക്കുകയായിരുന്നു. ദേഹം മുഴുവനും വൃത്തികേടാക്കി. കുട്ടികൾ കളിച്ചു വളരട്ടെ, അതൊക്കെ ബാല്യത്തിൻ്റെ ഭാഗമാണ്. അതെ, പക്ഷേ ഇത്രയും വികൃതി മറ്റാരിലും ഉണ്ടാകില്ല. ഇന്ന് അയൽവാസികളുടെ വീട്ടിൽ കയറി അവിടെയുള്ള വെണ്ണ മുഴുവനും കട്ടുകുടിച്ചു. ഗോപികമാർ അല്പം നീരസത്തോടെ പരാതി പറഞ്ഞിരുന്നു. യശോദേ, നമ്മുടെ കണ്ണൻ്റെ കുസൃതികൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അവൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ സന്തോഷവും ആനന്ദവും നിറഞ്ഞു നിൽക്കും. അത് മാത്രമല്ല, ഇപ്പോൾ കണ്ണൻ വൃന്ദാവനത്തിലെ കൂട്ടുകാരോടൊത്ത് പശുക്കളെ മേഞ്ഞ് അലഞ്ഞു നടക്കുന്നു. ഒരിക്കലും ഒന്നിനെയും ഭയമില്ല. എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ? യശോദേ, നമ്മുടെ മകനെ കാണുമ്പോൾ ഒരു സാധാരണ കുട്ടിയാണെന്ന് തോന്നുമെങ്കിലും അവൻ ദിവ്യത്വമുള്ളവനാണ്. കണ്ണന് യാതൊരു അനർത്ഥവും ഉണ്ടാകില്ല. അതെ, എത്ര ശാസനം ചെയ്താലും അവൻ്റെ ചഞ്ചലത മാറില്ല. എന്നിരുന്നാലും കണ്ണൻ എന്നും എൻ്റെ കണ്ണിലെ കൺമണിയാണ്. കണ്ണാ, നീ വീണ്ടും വെണ്ണ മോഷ്ടിച്ചോ? എത്ര തവണയായി ഞാൻ പറഞ്ഞത്? അമ്മേ, ഞാനല്ല, ഇതെല്ലാം ഗോപികമാർ തന്നതാണ്. യശോദേ, നിന്റെ കണ്ണന്റെ വികൃതി കൂടുന്നുണ്ട്. അവനും കൂട്ടുകാരും ചേർന്ന് വൃന്ദാവനത്തിലെ എല്ലാ വീടുകളിലും കയറി വെണ്ണ കെട്ട് തിന്നുന്നുണ്ട്. അതുമാത്രമോ, കുളക്കടവിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ വസ്ത്രങ്ങളും അവൻ കട്ടെടുത്തു. യശോദേ, നീ ഈ കണ്ണന്റെ ലീലകൾക്ക് എത്രയും വേഗം പരിഹാരം കാണേണ്ടതാണ്. മതി കണ്ണ, നിന്റെ കുസൃതി കുറച്ചധികമാകുന്നുണ്ട്. കണ്ണ, നീ എപ്പോഴും വെണ്ണ മാത്രം കേട്ട് തിന്നുകയാണല്ലോ. എന്നോടൊപ്പം കളിക്കാൻ കൂടുന്നില്ലല്ലോ. ഇതാരാതെ, നീയും വെണ്ണ കഴിച്ചോളൂ. വരൂ, നമുക്ക് കളിക്കാൻ പോകാം. കണ്ണ, നിന്റെ വേണസ്വരം എത്ര മനോഹരമാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല, ഈ ഗോപികളെല്ലാരും എപ്പോഴും നിന്റെ ചുറ്റുമാണോ? ഓഹോ, ഞാൻ കളിച്ചാൽ അതും പ്രശ്നം. ഞാൻ നിന്റെ സ്വന്തം കണ്ണനല്ലേ രാധേ. അപ്പോൾ നിന്റെ വേണുനാഥം ഞാൻ മാത്രം കേട്ടാ മതി, മറ്റാരും കേൾക്കണ്ട. वृंदावन कृष्णा हरे बोल, नंदावन कृष्णा हरे बोल, वृंदावन कृष्णा हरे बोल, नंदावन कृष्णा हरे बोल, नंद किशोर मुकुंद मुरारे नंदन नंद हरे हरे बोल, वृंदावन कृष्णा हरे बोल, नंदावन कृष्णा हरे बोल, वृंदावन कृष्णा हरे बोल, नंदावन कृष्णा. गोविंदा गोविंदा गोपाला हरि गोविंदा गोविंदा
നന്ദഗോപ, ഈ കാളിയൻ നദിയിലാകെ വിഷം കലർത്തിയിരിക്കുന്നു. നമ്മളുടെ കന്നുകാലികളും ചെറുപ്പക്കാരും അവിടേക്ക് പോകാൻ പോലും ഭയപ്പെടുന്നു. നമുക്കെന്തെങ്കിലും ചെയ്യണ്ടേ? അതെ, ഞാൻ അറിയുന്നു. ഈ വിഷസർപ്പം നമ്മുടെ മുഴുവൻ ഗ്രാമത്തിനും ഭീഷണിയാവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും അവിടേക്ക് പോയി കളിക്കാനോ കുളിക്കുവാനോ കഴിയുന്നില്ല. കേവലം കാളിയൻ മാത്രമല്ല, കംസനും നമ്മുടെ ഗ്രാമത്തിന് വലിയൊരു ഭീഷണിയാണ്. അതെ, കംസൻ ഒരിക്കലും വിശ്വസനീയനല്ല. അയാൾ കൃഷ്ണനെ ഭയക്കുന്നവനാണ്. അതുകൊണ്ടാണ് അയാൾ പലതവണ ദുഷ്ടരാക്ഷസന്മാരെ അയച്ച് കൃഷ്ണനെ കൊല്ലാൻ ശ്രമിച്ചത്. ഭഗവാൻ വിഷ്ണുവിൻ്റെ അനന്തമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ പ്രിയ കൃഷ്ണൻ അനേകം അപകടങ്ങളിൽ നിന്ന് അതിശയകരമായി രക്ഷപ്പെട്ടു. നദിയെ ശുദ്ധിയാക്കാതെ നമ്മുടെ ജീവിതം പൂർണ്ണമായി സുരക്ഷിതമാവില്ല നന്ദഗോപ. അതെ, ഭഗവാൻ വിഷ്ണുവിൻ്റെ കൃപയാൽ ഇതിന് ഒരു പരിഹാരം ഉടൻ ഉണ്ടാകും എന്നുറപ്പാണ്. കണ്ണാ, നീ അറിഞ്ഞോ നമ്മുടെ യമുനാ നദിയിലൊരു വിഷസർപ്പം? അതേ കണ്ണ, എല്ലാ പക്ഷിമൃഗാദികളും യമുനാ നദിയിലെ വെള്ളം കുടിച്ചു ചത്തുപൊങ്ങി. നമ്മുടെ കണ്ണൻ യമുനാ നദിയിലേക്ക് ചാടി. നിങ്ങൾ അവനെ തടയിട്ടതല്ലേ? അമ്മേ, വേഗം വരൂ. അമ്മ വിളിച്ചാൽ കണ്ണൻ നദിയിൽ നിന്ന് കേറി വരും. കാളിയ, ഈ യമുനാ നദിയിൽ നിന്ന് നീ പോയില്ലെങ്കിൽ നിന്നെ ഞാൻ ശിക്ഷിക്കും. നിനക്ക് എന്നെ തോൽപ്പിക്കാനാകില്ല. കൃഷ്ണ, എന്നോട് ക്ഷമിക്കണം. ഭഗവാനെ, അങ്ങയുടെ പാദസ്പർശമേറ്റ് എൻ്റെ അഹങ്കാരം ശമിച്ചു. ഞാൻ ഇവിടെ നിന്നും പോയിക്കോളാം. मुंडन पर नाचत बनवारी पम 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 पग पटकत फम 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 फनिन ऊपर बिन 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 बिनती करत नाग बिंदोकारी सन 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 काजिक नन 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 नारद दिक गंग 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 गुणी गंधर्व नाचत दैताली किन 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 केंद्र जपत इन 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 इंद्र कर धन 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 शरण देव मम 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 मैं हारी बम 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 महादेव बम 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 बलिहारी बम बम
विषधर कालिया निर्मल कर दियो नीर, गूंजेगी मुरली मधुर, जीवन जमुना जगज्जालपालं गजत्कण्ठमालं शरच्चन्द्रबालं महादैत्यकालं नभोनीलकायं दुरावारमायं सुपद्मासहायं भजेऽहं भजेऽहम् सदाम्बोधिवासं गलत्पुष्पहासं जगत्सन्निवासं शतादित्यभासं गदाचक्रशस्त्रं लसत्पीतवस्त्रं हसच्चारुवक्त्रं भजेऽहं भजेऽहम् വാവ്, എന്ത് മനോഹരമായ ഒരു പെർഫോമൻസ് ആയിരുന്നു അല്ലേ? അപ്പോൾ ഇവർക്ക് നല്ലൊരു കയ്യടി നമുക്ക് ഒന്നുകൂടെ കൊടുത്താൽ, നല്ല സൗണ്ടിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും മനോഹരമായ ഒരു സ്കിറ്റ് നമ്മുടെ മുമ്പിൽ പെർഫോം ചെയ്തതല്ലേ. അപ്പോൾ നമുക്ക് ഇവരെല്ലാവരെയും പരിചയപ്പെടാം. ചൈൽഡ് ആർട്ടിസ്റ്റ് അദ്വൈത് സജീവ്, ആരിഷ് അനിൽ പിള്ളൈ, ധനഞ്ജയ് ദീപൻ, ആദിദേവ് ശ്രീകാന്ത്, അദ്വൈത് ബാബുരാജ്, ബേബി റുവാൻ ബിദുൽ ദേവ്, സേതുലക്ഷ്മി പ്രവീൺ, ആദ്രിക അനിൽ പിള്ളൈ, അനാമിക അജയ്, ഇഷ ജ്യോതിലാൽ, അശ്വന്ത ജയനാരായണൻ, ഋത്വിക ബിദുൽ ദേവ്. ആക്ടേഴ്സ് ആർ അനിൽ ഹരി, ബാബുരാജ് രാമകൃഷ്ണൻ, ബിദുൽ ദേവ്, അഖിലേഷ് കുമാർ, ശ്രീകാന്ത് കെ ചന്ദ്രൻ, സ്വരൂപ് സഹൃദൻ, അശ്വതി അജയ്, റെയ്ന പ്രദീപ്, രമ്യ രതീഷ്, വിനി ശ്രീകാന്ത്. അതുപോലെ തന്നെ ഈ ഒരു സ്കിറ്റ് ഇത്രയും മനോഹരമായി ഡയറക്റ്റ് ചെയ്തത് ലേഖ ചേച്ചിയാണ്. ലേഖ ചേച്ചിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു, ഇത്രയും മനോഹരമായ ഒരു സ്കിറ്റ് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നതിന്. അതുപോലെ തന്നെ സ്പെഷ്യൽ താങ്ക്സ് ടു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മീര സജീവ്, അവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. വിനി ശ്രീകാന്ത്, സ്വരൂപ്, റെയ്ന പ്രദീപ്, അനിൽ, രമ്യ ബ്രജിത്ത്. എല്ലാവർക്കും നമുക്കൊരു വലിയ കയ്യടി കൊടുക്കാം ഒന്നുകൂടെ.